കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇലക്ഷന് റിസൾട്ട് അറിഞ്ഞ ശേഷം UDFിൻ്റെ ഭാഗമാക്കുവാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാക്കണം എന്നാണ് ഒരു അടിയുറച്ച കോൺഗ്രസ് കുടുംബാംഗമായ എൻ്റെ അഭ്യർത്ഥന. കഴിഞ്ഞ 25 വർഷമായിട്ട് കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസിനെ UDFിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓട്ടോയിൽ കയറാൻ ആളില്ലാത്ത പാർട്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്നുകൂടെയും അടിവരയിട്ട് പറയുന്നു. അത് കോൺഗ്രസ്സിന് നഷ്ടമേ വരുത്തൂ. ഒന്നാമത്തെ കാര്യം, കുട്ടനാട്, ചങ്ങനാശ്ശേരി, തിരുവല്ല, കോതമംഗലം ഈ 4 സീറ്റും പേയ്മെൻറ്റ് സീറ്റാണ്. ഇങ്ങനെ പേയ്മെൻറ്റ് സീറ്റിലൂടെ വളഞ്ഞവരിലൂടെ സ്ഥാനാർത്ഥിയായി സീറ്റ് കച്ചവടം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേരാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ്സിന് ഒരിക്കലും യോജിച്ചതല്ല. ഇതെല്ലാം കണ്ടുവരുന്ന യുവ തലമുറ, ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ഒത്തിരി പേര് കടന്നു വന്നുകൊണ്ട് അവരെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നടപടിയായിരിക്കും ഇങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും 2 മന്ത്രിസ്ഥാനം ഒന്നും കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇവർ 7 സീറ്റോ 6 സീറ്റോ എത്ര സീറ്റ് ജയിച്ചാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരെത്ര സീറ്റ് ജയിച്ചാലും തോറ്റാലും അവർക്കാണ് ജനപിന്തുണ ഉള്ളത്, അവർക്കാണ് ഇവിടെ അനുഭാവമുള്ളത്. അപ്പോൾ KM മാണി സാർ പ്രത്യേകിച്ച് UDFിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. PJ ജോസഫ് ആ സമയത്ത് LDFിലായിരുന്നു. 2011 UDFിൽ PJ ജോസഫിന് അഭയം കൊടുത്തതാണ്. അത് ഒരുമിച്ചാണ് അഭയം കൊടുത്തത്. അതുപോലെ തന്നെ 2026 പ്രത്യേകമായിട്ട് മാണി ഗ്രൂപ്പിനെ ക്ഷണിച്ച് UDFിൻ്റെ ഭാഗമാക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം ദേശീയ നേതാക്കളും തയ്യാറാകണം. എന്നാലേ മധ്യ തിരുവിതാംകൂറിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസ്ഥാനം, ഇപ്പം ഏതെങ്കിലും ഒരു MLA ആണ് ജയിച്ചതെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ക്യാബിനറ്റ് വകുപ്പുള്ള ഒരു സ്ഥാനം കൊടുക്കണം. അപ്പോൾ ഒന്ന് സ്ഥാനം മാണി ഗ്രൂപ്പിനായിരിക്കണം. എന്നാലേ യഥാർത്ഥമായ ഒരു UDFിൻ്റെ ഐക്യം ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അത് ചിലപ്പം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ മുന്നണിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് അതിനുള്ള സമയം ഇടണം. അപ്പം അതിനനുസരിച്ചുള്ള വകുപ്പൊക്കെ മാത്രമേ ജോസഫ് ഗ്രൂപ്പിനുള്ളൂ. അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പിണങ്ങി പോയാലും കുഴപ്പമില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ 4 കുട്ടനാട്, ചങ്ങനാശ്ശേരി, തിരുവല്ല, കോതമംഗലം, കാരണം ഇവരെ അനർഹമായ സ്ഥാനം മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കും. എന്നെപ്പോലെ അടിയുറച്ച കോൺഗ്രസ് കുടുംബാംഗങ്ങളൊന്നും ഓന്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, കുട്ടനാട്ടിൽ ഈ റെജി ചെറിയാനെതിരെ എന്നെ LDFിൻ്റെതോ അല്ലെങ്കിൽ NDAയുടെയോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവർ പരിഗണിച്ചതെങ്കിൽ റെജി ചെറിയാൻ എത്ര കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിലും 8 നിലയെ പൊട്ടിയാനെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്നാലും പറയാണ്, നമ്മൾ ഈ നാട്ടിൽ ജനിച്ചവരാണ്. ഇവിടെ ശക്തമായി വർക്കിംഗ് ജനപ്രതിനിധിയുടെ റോൾ എടുത്ത് ഞാനിവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിട്ട് UDF വരണം, ഭരണത്തിൽ പങ്കാളിയാകേണ്ടത് മധ്യ തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെ ആവശ്യമാണ്. താങ്ക് യു.